ലൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ലൈറ്റ് ഇന്നലെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ല കേട്ടോ പക്ഷെ ആള്. അപ്പം നമുക്കൊന്ന് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് അവളെ വിളിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഐഷ്മോളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, കിടക്കുന്ന കിടപ്പ് കണ്ടോ? ലാമ്പ് പോലും ഓഫ് ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ നിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എന്നെ ഫോക്കസ് ചെയ്യണം. നല്ല കോളാണ്. ഹെയറൊക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചപ്പിയും ഒന്ന് മാറി. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി മറ്റൊക്കെ സെറ്റാക്കി ഞാൻ അവിടെ വലിയൊരു ചടങ്ങാണ്. അവൾ പല്ലിച്ചിട്ട് വരട്ടെ. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാനായിട്ട് ലിച്ചിയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ലിറ്റി എങ്ങനെയുണ്ട് ലിറ്റി? അതറിയാൻ ഇന്നലെ ഞാനായിരുന്നു ഉണ്ടാക്കിയത്. അപ്പൊ എന്നെ കളിക്കൊണ്ടിരുന്ന ആളാട്ടോ. പിന്നെ നമ്മള് കല്യാണ പെണ്ണല്ലേ, നമ്മള് കൈ മുറിയാതെ കാല് മുറിയാതെ ഒക്കെ നോക്കണമല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പള്ളി പോവാൻ, കുറി വാങ്ങാൻ. പള്ളി പോയിട്ട് വേണം നമ്മുടെ മാരേജ് കോഴ്സിന്റെ അച്ഛനെ കണ്ട് സൈൻ വാങ്ങിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് രജിസ്ട്രേഷൻ സക്സസ് ആവുള്ളൂ. ആ കാര്യത്തിന് വേണ്ടി പോണം. അതിന്റെ വീഡിയോസ് വഴിയേ വരുന്നതായിരിക്കും. വേഗം ആവട്ടെ. അങ്ങോട്ട് അല്ല, എത്ര മണിക്ക് അവിടെ എത്തുന്നു? ആ നിൽക്കുന്ന ആന്റിയുടെ മകനാണിത്, അക്കുറ്റു. അക്കുറ്റു ഇതാണ് റൈഗൻ. ഇവിടുത്തെ അടുത്ത ആളെ പരിചയപ്പെടുത്താം. റൈഗൻ സിംഗ്. റൈഗന്റെ മോർണിംഗ് എക്സസൈസ് ആണ്. ഇതിന് ഏതാണ്ട് ജ്യൂസ്. ഹെയർ ആൻഡ് ഫെയറിന് വാങ്ങിച്ചതാണ് കൊളാജൻ ഡ്രിങ്ക്. മോർണിംഗ് ഗേൾസിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ കൊളാജൻ ഡ്രിങ്ക്. സ്കിൻ ആൻഡ് ഫോർ ഹെയർ, സ്കിന്നൊക്കെ നല്ല ഗ്ലോയി സ്കിൻ ആവും. പിന്നെ അതുപോലെ ഹെയറിന് ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യും. പിന്നെ എന്താ പറയാ, നല്ല യൂത്ത്ഫുൾ സ്കിൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് കൊളാജൻ ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. ഞാനിപ്പോ ഹെയർ ആൻഡ് ഫെയറിൽ കൺസൾട്ട് ചെയ്ത് പോലെ വന്നതാണ്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര സ്ലോ റിസൾട്ട് ആണ്. യെസ് യെസ്. ഇതാ ഇത് മരുന്ന്. നല്ലതാണ് ഇത്. എടിയാ ലിറ്റി,
അവിടെ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, സർട്ടിഫിക്കറ്റ് അല്ലല്ലേ, ഫോം വാങ്ങിക്കാൻ. ഫോം വാങ്ങിക്കാനായിട്ട്. അപ്പൊ മാസ്ക് ഉണ്ടാക്കാൻ പോയേക്കോണം. മാസ്ക് എടുക്കാൻ മറന്നുപോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിറ്റിയുടെ മോനെ കുറിച്ചാ പറഞ്ഞ പ്രാന്തൻ കൊച്ചിനെ കൊണ്ടുപോകാൻ പാടില്ലേന്ന്. അവൻ ഭയങ്കര കുറുമ്പനാ, അടക്കമില്ല. അച്ചാച്ചൻ കയറിയിരിക്കുമ്പോ എന്റെ സെറ്റിങ്സ് ഫുള്ള് മാറും. ഞാൻ ഒന്നേന്ന് തുടങ്ങണം ഒരു സൈഡിൽ നിന്ന്. സീറ്റ് 1 കിലോമീറ്റർ ബാക്കിലായിരിക്കും. അതെങ്ങനെ ഇവരെ ആണുങ്ങൾക്ക് അത്രയും എടുക്കണേന്ന് വെച്ചാൽ ഞാൻ എന്താ എടുക്കണേ? എന്തും ചെയ്യും. അപ്പൊ ഞങ്ങൾ പോവാണ്. മിണ്ടാതിരുന്നോണം, ഓടണം തന്നെ വലിയ കാര്യമാണ്. അത്രയും സ്പീഡ് വേണ്ട ഞാൻ പറഞ്ഞു. കല്യാണമാണെന്നൊക്കെ രക്ഷകെട്ട് വേണ്ട, പതിയെ മതി. കുട്ടി പറപ്പിക്കുകയാണ് ഗൂസ്. എവിടെ പോണ്? എവിടെന്നൊക്കെയോ ഓടിക്കേറി വരാണ്. എവിടെ പോണ്? ചാടി തുള്ളിയൊക്കെ വരണോന്ന്. ഗോൾഡിനാണ്. അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പർച്ചേസസ് ഒക്കെ, ചെറിയ ചെറിയ പർച്ചേസ് അല്ല, എല്ലാ പർച്ചേസും എറണാകുളത്ത് നിന്ന് തന്നെ ആയിരിക്കും. അപ്പം ആദ്യത്തെ കുറച്ച് സ്റ്റാർട്ടിങ് ഇതൊന്ന് അല്ലറ ചില്ലറ ചെറിയ 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 ഐറ്റംസ് ഒക്കെ ഞങ്ങൾ എടുത്തത് എറണാകുളത്ത് നിന്ന് തന്നെ. അവൾക്ക് ലെഹങ്കയ്ക്ക് ഇടുന്ന ജ്വല്ലറീസും പിന്നെ നിധിന്റെ സ്യൂട്ടിനുള്ള മെഷർമെന്റ്സ് ഒക്കെ ചെയ്തത് എറണാകുളത്ത് നിന്നാണ്. മെഷർമെന്റ്സ് മാത്രമാണുള്ളത്. മെഷർമെന്റ്സ് പിന്നെ എന്നിട്ട് സ്യൂട്ടിന് ഓർഡർ സ്യൂട്ടിന് ഓർഡർ കൊടുത്തു. അത് പിന്നെ മെഷർമെന്റ് കൊടുക്കുമ്പോൾ അറിയാലോ, ഓർഡർ കൊടുത്തിട്ടാണ്. ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യുന്നത്. അതിന്റെ ചെറിയ പോരായ്മകളുണ്ട്, ക്ഷമിക്കുക. എന്നിട്ട് പിന്നെ എന്നിട്ട് നമ്മളെടുത്ത ജ്വല്ലറി ഐറ്റംസ്, ഷൂസ്, ചെരുപ്പ് ചെരുപ്പ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം. അന്ന് എടുത്തപ്പോൾ ആ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ചില ഷോപ്സിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ലുലുവില് പ്രത്യേകിച്ച് ക്യാം അലൗഡ് എല്ലാം പറഞ്ഞു. സോ നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ആ വ്ലോഗ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത കുറച്ച് ക്ലിപ്സും അതുപോലെ എടുത്ത ഐറ്റംസ് ഒക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടിട്ടേക്കാം. അപ്പോൾ പറഞ്ഞ പോലെ എറണാകുളത്ത് ഗുഡ്വില്ലിലേക്കാണ് ആദ്യം പോകുന്നത് ജ്വല്ലറീസ് നോക്കാനായിട്ട്. എൻഗേജ്മെൻറ്റിൻ്റെ ലെഹങ്കയ്ക്ക് മാച്ച് ചെയ്യുന്ന കുറച്ച് ആക്സസറീസും അതുപോലെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രൗൺ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നതാണ്. കൂടെ ലിറ്റിയാൻറ്റി ഉണ്ടായിരുന്നു, അനു ഉണ്ടായിരുന്നു, പിന്നെ ഈ ചൈനയാണ് കൊണ്ടുപോയത്. അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഗുഡ്വില്ലെത്തി ആദ്യം കയറി നോക്കിയപ്പോൾ എനിക്ക് ലെഹങ്കയ്ക്ക് മാച്ച് ചെയ്യുന്ന ഒരു ജ്വല്ലറീസും കിട്ടിയില്ല. 1-2 നോക്കി, ബട്ട് അതൊന്നും എനിക്ക് മാച്ചായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരുന്നില്ല അത് സെലക്ട് ചെയ്യുന്നതോട്. സോ എന്നാലും ഞാൻ 2-3 വെച്ച് നോക്കി, അങ്ങനെ ട്രയൽ ചെയ്തു. അത് കഴിഞ്ഞ് ക്യാൻസൽ ചെയ്തു. വീണ്ടും വേറെ ഷോപ്പിൽ പോയി, 1-2 ഷോപ്പിൽ. അതൊന്നും എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 1-2 ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്നും കിട്ടിയില്ല. എഗെയിൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇതൊക്കെ ഞാൻ ഈ ടീൽ കളറൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, കാരണം അത് ഫേസിലേക്ക് അധികം ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു ചേട്ടന് വേറൊരു മാല എടുത്ത് തന്നു. പക്ഷെ അതും ഇതുപോലെ തന്നെ ഭയങ്കര ഗോൾഡ് മിക്സ് ആയതുകൊണ്ട് എനിക്ക് ഗോൾഡിനോടും ആ ഒരു ഷെയ്ഡ് എനിക്ക് ലെഹങ്കയ്ക്ക് മാച്ച് ആവില്ല എന്ന് തോന്നിയുണ്ട്. അതും വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതും തിരിച്ചു കൊടുത്തു. വെച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുട്ടിയൊക്കെ നോക്കി. ചുട്ടി ആദ്യമേ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. എന്നാലും ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണോ എന്ന് നോക്കിയതായിരുന്നു. അത്യാവശ്യം നല്ല ചുട്ടി.
അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വേറെ ഷോപ്പിൽ പോയി, പിന്നെ ചെരുപ്പ് നോക്കാൻ പോയി. ചെരുപ്പ് നോക്കാൻ പോയിട്ടും ഇതൊന്നും എനിക്ക് സൈസിന് കിട്ടിയില്ല. ഈ ചെരുപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ബട്ട് അതെനിക്ക് സൈസ് കറക്റ്റായിരുന്നില്ല, ചെറിയ സൈസ് ഉണ്ടായിരുന്നുമില്ല. അതും സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഷോപ്പിംഗ് ഒരു വല്ലാത്ത ചുറ്റലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ ദിവസം. അതിനുശേഷം പിന്നെ ഗുഡ്വില്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയത് എൻ്റെ സ്യൂട്ട് നോക്കാനായിരുന്നു. സ്യൂട്ടൊക്കെ നോക്കി മെഷർമെൻറ്റ്സൊക്കെ കൊടുത്തു. അത് കൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡ് കഴിക്കാൻ പോയിട്ട് പിന്നെ അവിടെ ഇരുന്ന് ഡിസ്കഷനായിരുന്നു. ജ്വല്ലറി കിട്ടിയില്ലല്ലോ, അവിടെ നിന്ന് ഗുഡ്വില്ലിൽ നിന്ന് ആദ്യം പോയിട്ട് ജ്വല്ലറീസ് ഒന്നും എടുത്തില്ലല്ലോ, സോ ജ്വല്ലറി കിട്ടിയില്ല, ഭയങ്കര ഡിസ്കഷനൊക്കെ ആയിരുന്നു. അങ്ങനെ വീണ്ടും അനു പറഞ്ഞു ഒന്നുകൂടെ പോയി നോക്കാടാ, ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒന്ന് കിട്ടി. ഫൈനലി രണ്ടാമത് പോയിട്ടാണ് കിട്ടിയത്. അതിനുശേഷം വീണ്ടും വേറൊരു ചെരുപ്പ് കടയിൽ പോയിട്ടാണ് വീണ്ടും എനിക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടത് കിട്ടിയത്. കാരണം 3-4 കടയിൽ കയറിയിട്ട് എനിക്ക് ചെരുപ്പ് കിട്ടിയില്ല. അങ്ങനെ ഫൈനലി ഇത് സെലക്ട് ചെയ്തു. ഇതാണ് ഞാൻ എടുത്ത കളർ ഫിംഗർ പ്രിന്റ്സിൽ 2 മാസമായി കൊടുത്തിട്ട്. സോ ഈ 20th ട്രയൽ പറഞ്ഞിട്ടുണ്ട്. ട്രയലിന് പോകുമ്പോൾ ലൊക്കേഷൻ എല്ലാം പറയാം കേട്ടോ. നല്ല അടിപൊളിയാണ് അവരുടെ വർക്കൊക്കെ. ഇനി അത്യാവശ്യം ഫേമസ് ഒക്കെയാണ്. നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഒക്കെ ഡ്രസ്സൊക്കെ അവർ കുറേ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ പോയിട്ട് അത് കാണിക്കാം. കുറച്ച് ഇറിറ്റേറ്റഡ് ആവും ഈ സൗണ്ട് കാരണം. ഓക്കെ, പിന്നെ വേറെ എന്താ, പിന്നെ ഗുഡ്വില്ലിൽ നിന്നാണ് ജ്വല്ലറീസ് ഒക്കെ എടുത്തത്. പിന്നെ എറണാകുളത്ത് നിന്ന് തന്നെ ചില ഷോപ്പിൽ നിന്നൊക്കെയാണ് ചെരുപ്പ് എടുത്തത്. പിന്നെന്തായിരുന്നു, ചെരുപ്പ് എടുത്തത് കഥയാണ് കേട്ടോ. എല്ലാ ഷോപ്സിലും ഞങ്ങൾ കയറും. എറണാകുളത്തുള്ള ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടില്ല. ഇവർക്ക് ഒരു സാധനം അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതായത് നമ്മളുടെ മിന്ത്രയില് അലൻസോളിയുടെ 2-3 ചെരുപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇങ്ങനെ ചിഞ്ചി നിൽക്കണ ഷെല്ല് കല്ലൊക്കെ വെച്ചിട്ടുള്ള ചെരുപ്പൊന്നും എനിക്ക് ഇഷ്ടമല്ല. സോ ആ ചെരുപ്പ് കണ്ടിട്ട് അത് ഓർഡർ ചെയ്യാന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ വീട് ഇപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറി കാരണമുണ്ട്. പിന്നെ ഡെലിവറി ഒക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിക്കണത്. അപ്പം അതുകൊണ്ട് പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്കതൊരു എന്താ പറയുക, ഉറപ്പില്ല എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഓർത്തിട്ട്. വെഡിങ്ങിന് ആയതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അങ്ങനത്തെ ഷോപ്പിൽ കിട്ടാനില്ല. അപ്പോൾ അങ്ങനത്തെ അന്വേഷിച്ച് ഞാൻ നടന്നിട്ട് അങ്ങനെ വിചാരിച്ചത് കിട്ടിയില്ല എന്തായാലും. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരെണ്ണം കിട്ടി. ഇഷ്ടപ്പെട്ട പോലെ നല്ല ഇഷ്ടപ്പെട്ടു. അത് രാവിലെ ഞങ്ങള് 8 മണിക്ക് ഷോപ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നത് രാത്രി 9-10 മണിയായി. അത്രയും നേരം കിടന്നൊക്കെ ഇറങ്ങി അല്ലേ. 10-10:30 ആയി രാത്രിയില്. 3 ദിവസത്തെ ഷോപ്പിംഗ്. 3 ദിവസത്തെ. പിന്നെ ഇവളുടെ ഹെയർ ടെക്സ്ചറൈസ് ചെയ്തു. ഹെയർ മാറിയതോടെ എന്റെ ഫേസ് കട്ടേ മാറി നോക്ക്. ഇനി ഫുൾ ലെയർ കൊടുത്തിട്ട് വേവി പോലെ ഇടാൻ പെർമനന്റ് ആയിട്ട് അത് ചെയ്യാന്ന് ഓർത്തെ. പക്ഷെ അവിടെ ചെന്നപ്പോ എന്റെ മുടി ഓൾറെഡി സ്ട്രെയിറ്റൻ ചെയ്തത് കൊണ്ട് അടിയിൽ ലെയർ ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ ആ കാര്യം നടന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കണമൊന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അങ്ങനെ ഫ്ലോപ്പ് ആയിപ്പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഹെയർ ഇച്ചിരി സ്ട്രെയിറ്റ് ആയി പോയി മാത്രം ആയിരുന്നു പരിപാടി. അതിന്റെ ഒക്കെ ഞാൻ ഇതിനകത്ത് കേട്ടോ സെൻസാരയുടെ ഷോപ്പിലാണ് പോയി ചെയ്തത്. ഇതാണ് കേട്ടോ സെൻസാരയുടെ ഷോപ്പ്. ഇവിടെയാണ് ഹെയർ ടെക്സ്ചറൈസിങ് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഹെയർ വാഷൊക്കെ ചെയ്ത് ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിരിക്കുന്ന കോലാണ് അത്. പിന്നെ അവർ അയണിങ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഫൈനൽ ഹെയർ വാഷാണിത്. സ്റ്റാർട്ടിങ്ങിലൊരു ഹെയർ വാഷ് ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പ്. ഇത് ഫൈനൽ ഹെയർ വാഷ്. എല്ലാം കഴിഞ്ഞു. ഫൈനൽ ലുക്ക് ഇതാണ്. അത്യാവശ്യം ലോങ് ഹെയർ ആയിരുന്നു. ഫ്രണ്ടിൽ ഫെദർ കട്ടും ബാക്കിൽ യു ആയിട്ടാണ് കട്ട് ചെയ്തത്. മെയിൻ ഷോപ്പിംഗ് ഒന്നും ആയിട്ടില്ല. ഡ്രസ്സിന്റെ ഷോപ്പിംഗ് ഒന്നും ആയിട്ടില്ല. ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വേറെ ഗോൾഡിന്റെ ജ്വല്ലറീസ്, പിന്നെ വേറെ
പിന്നെ ഞങ്ങള് സേവ് ദ ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു വ്ലോഗ് വരുന്നുണ്ട്. അത് സർപ്രൈസ്. സേവ് ദ ഡേറ്റ് വ്ലോഗ് സർപ്രൈസ് ആണ്. പക്ഷെ അതത്ര സർപ്രൈസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഒരുപാട് പേര് സേവ് ദ ഡേറ്റ് അവിടെ പോയി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പുറത്തോട്ടൊന്നും പോകാനായിട്ട് ഇപ്പൊ റിസ്ക് ആയതുകൊണ്ട് അതെന്തായാലും നടക്കില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് തന്നെ, അത്ര അടുത്തല്ല എന്നാ സേവ് ദ ഡേറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് എന്താ വരുന്നേ? പിന്നെ ഒരു സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട്. അതൊരു സർപ്രൈസ്. അത് ഞാനിപ്പോ പറയണ്ട, ക്ലാരിറ്റി കൊണ്ടുവിടാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആ സർപ്രൈസ് പൊളിയും. അത് കാണുന്ന ആൾക്ക് മനസ്സിലാവും. സോ അത് 2, 3, 4, 5 ദിവസങ്ങൾക്കുള്ളിൽ. നീ വ്ലോഗ് എപ്പോഴും ഇടുന്നേ? ഇത് എപ്പോഴും ഇടുന്നേ? ഇനിയിപ്പോ ആ സർപ്രൈസ് വേണ്ടി വ്ലോഗ് ഇട്ടാ മതി. ഇപ്പൊ തന്നെ ഒരുപാട് ഗ്യാപ്പായി. ഒരു 1 വീക്ക് ആയെന്ന് തോന്നുന്നു ഞാൻ വ്ലോഗൊക്കെ ഇട്ടിട്ട്. വ്ലോഗ് എന്നല്ല, വീഡിയോസ് ഇട്ടിട്ട്. പോസ്റ്റ് ചെയ്തു. International Exhibition Center, Conventions, whatever, Convention Center. അവിടെ റോഡൊക്കെ ടാറിട്ടല്ലോ വീണ്ടും. ആ കാണുന്നതാണ് അപ്പോളോ മെഡ്രിക്സ് ഹോസ്പിറ്റൽ. ഇവിടെ ഇപ്പോൾ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ്. ഇതുപോലെ ഞങ്ങളും വരും കേട്ടോ. ഇന്നിവിടെ കല്യാണ തിരക്കാ. ഇതുപോലെ അടുത്ത മാസം നമ്മൾ പോവും. കിട്ടി, ഞാൻ പോവും. എനിക്ക് 4 വർഷം മുന്നേ പോയതാണ്. എനിക്ക് ടെൻഷനായി തുടങ്ങി. എന്തിനാണ് രമണി? അപ്പൊ ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഹലോ, സിജി മമ്മി അവിടെ ഇരുന്ന് കൽപ്പിക്കുന്നു. അച്ചുമോൾ അതാ ഇതിലുണ്ട്, ഡാഷ്ബോർഡിലുണ്ട്. ഇന്നത്തെ ഡേ മൈ ലൈഫ് കുറേ ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോപ്സ് ഒക്കെ 7 മണി 7:30 വരെയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കുറേ ഷോപ്പിംഗ് ഒക്കെ ബ്രേക്ക് ആയിപ്പോയി. പിന്നെ വന്നിട്ട് പിന്നെ കുറച്ച് നേരം ചായ കുടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ടൈമൊക്കെ പോയി. സോ അതൊക്കെ വിടും. ഇനിയിപ്പോൾ എന്തായാലും നൈറ്റ് സ്കിൻ കെയറിലോട്ട് കിടക്കാം. അപ്പോൾ വീക്ക്ലി വൺസ് ഇതുപോലൊരു AHA/BHA പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഈ സ്ക്രബ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സെയിം ഇത് തന്നെയാണ് നമ്മൾക്ക് കെമിക്കൽ പീലിങ്ങിലൂടെ കിട്ടുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നത് യൂസ് ചെയ്യാനായിട്ട്. കെമിക്കൽ പീലിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ പീൽ ആയി. പക്ഷേ ഞാൻ ഓൾറെഡി കെമിക്കൽ പീലിംഗ് ട്രീറ്റ്മെൻറ്റിനായിട്ട് എടുത്തിട്ട് സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ സെൽഫായിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇത് ആകെ 2 തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഞാൻ പറഞ്ഞ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുത്ത് ചെയ്തേക്കുന്ന, അതിവിടെയല്ല, ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ എടുത്തിട്ട്. സോ അങ്ങനെ 2 ഇതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതും ഇവിടുത്തെ ബുജി. ഓക്കെ, അപ്പം ഇത് അതിന് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ വീക്കിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും തിരക്കും കല്യാണ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ വീക്കിൽ എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഒരു ഫ്യൂ ഡ്രോപ്സ് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു 3-4 ഡ്രോപ്സ് മതി. ഇത് ഇടുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫീഡായിട്ടിരിക്കും. നല്ല ബീറ്റ്റൂട്ടിൻ്റെ കളറാണ്. അത് കഴിയുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. ചെറിയൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും. എന്നാലും ഒരു 1 വീക്കിലൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. ഇത് യൂസ് ചെയ്തിട്ട് എന്തായാലും ഇനി 2 ദിവസത്തേക്ക് വേറെ വൈറ്റനിങ് ക്രീംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ എപ്പോഴും പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ഈവനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സൺ എക്സ്പോഷറൊക്കെ കുറേ കുറവായിരിക്കുമല്ലോ. സോ ഈവനിങ് ഇനി ഇതൊരു 10 മിനിറ്റ്സ്, കറക്റ്റ് 10 മിനിറ്റ്സ് വെച്ചാൽ മതി. ഓക്കെ, ടൈം നോക്കാം, 5 മിനിറ്റ്. നമുക്ക് 8:05 സംഭവം കഴിക്കളയാം.
അപ്പോൾ ഇത് അത്യാവശ്യം നമ്മളുടെ ബ്ലാക്ക് മാർക്സ് അതുപോലെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യും, പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും, പിന്നെന്താ സ്കിൻ നല്ല ക്ലിയർ ആക്കും, ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും. ഇൻസ്റ്റൻറ്റ് മാത്രമല്ല നല്ലോണം സ്കിൻ ക്ലിയർ ആവും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേറൊരു കാര്യം എന്ന് പറയാനായിട്ട്, നിങ്ങൾക്ക് അല്ലാതെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം, സ്കിൻ ബോഡിയൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഫിയുടെ സ്ക്രബും ഓയിലും അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ എന്തായാലും എനിക്ക് യൂസ് ചെയ്യണം. അതും ഞാൻ ഒരു 2 weeks ആയി ഓൾമോസ്റ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അതും എനിക്കൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇത് 10 minutes കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് ബാക്കിയാണ്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് സ്കിൻ കെയർ എന്താണെന്ന്. ഇന്നിപ്പോൾ നൈറ്റ് സ്കിൻ കെയർ ഒരുപാടില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് ഇടുമ്പോൾ ചെറിയൊരു ഇച്ചിങ് ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ എന്താ ചെറിയതായിട്ടൊരു മോയ്സ്ചറൈസർ മാത്രമേ ഇടാൻ പാടുള്ളൂ, പിന്നെ ബോഡിയിലുള്ള മോയ്സ്ചറൈസർ, അല്ലാതെ വേറെ ഒന്നുമില്ല. മമ്മിയുടെ നൈറ്റ് സ്കിൻ കെയർ എന്താണെന്ന് കാണിച്ചു തരാം. മമ്മിയുടെ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒലയുടെ റെറ്റിനോൾ ക്രീമാണ്. അത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും, പ്ലംപി ആയിരിക്കും. മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഫേസൊക്കെ പിമ്പിൾസ്, ആക്നെ എല്ലാം റെഡ്യൂസ് ചെയ്യും. സോ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്രീമാണ്, ഏജ് റിവൈൻഡിങ് ക്രീമാണ്. പിന്നെ മമ്മി യൂസ് ചെയ്യുന്ന മോഹയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഫോർ ബോഡി, പിന്നെ അതുപോലെ സെന്റിവീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മോയ്സ്ചറൈസർ മാത്രമേ ഇനി 2 ദിവസത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നൈറ്റ് സ്കിൻ കെയർ. അപ്പോൾ ഒരു ലിപ് ബാമും ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീഡിയോസൊക്കെ ആഡ് ചെയ്തത് എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ജസ്റ്റ് എടുത്ത ക്ലിപ്സ് ഞാൻ ഇത്, പിന്നെ അത് നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ആഡ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഉള്ള ഷോപ്പിങ്ങൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.